ഭീഷണിയുടെ രാഷ്ട്രീയം കൊണ്ട് യാതൊരു കാര്യവുമില്ല അൻവർ. കഴിഞ്ഞ ദിവസം ആര്യാടൻ ഷൗക്കത്തിന്റെയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ഒക്കെ എന്തൊക്കെയോ ദൃശ്യങ്ങൾ തന്റെ പക്കലുണ്ട്, വേണ്ടി വന്നാൽ അതൊക്കെ എടുത്ത് വെച്ച് നിലമ്പൂരങ്ങാടിൽ ടിവിയിൽ പ്രദർശിപ്പിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. എന്തിനാണ് ഇങ്ങനെ വേണ്ടി വന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി സമയം കളയുന്നത്? ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി രൂപീകരിച്ച് സ്ഥാനാർത്ഥി പട്ടവും കെട്ടി ജനങ്ങൾക്ക് മുന്നിൽ വോട്ട് ചോദിച്ച് ഇറങ്ങുന്നതിലും നല്ലത് കയ്യിലുള്ള തെളിവുകളൊക്കെ അങ്ങോട്ട് പുറത്തുവിടണം. അപ്പോൾ പിന്നെ വോട്ട് ചോദിക്കേണ്ടി പോലും വരില്ല. അൻവർ പറഞ്ഞതിൽ സത്യമുണ്ട്, ന്യായമുണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവർ നിങ്ങളെ താനെ വിജയിപ്പിക്കും. ഇതിനേക്കാൾ മികച്ച ഒരു സമയം മറ്റേതാണ് അൻവറെ ഉള്ളത്? ഈ പെരുമഴക്കാലത്ത് പിണറായിത്തോട് യുദ്ധം ചെയ്ത് ഉണ്ടായിരുന്ന കസേരയും തട്ടിത്തെറിപ്പിച്ച് ആളെ കൂട്ടി യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ വിചാരിച്ചതുപോലെ UDF-ന്റെ ബസ്സിൽ കയറിപ്പറ്റാൻ പറ്റിയില്ല. സീറ്റിൽ പോയിട്ട് ചവിട്ടുപടിയിൽ പോലും സതീശൻ ഓടിച്ച വണ്ടിയിൽ നിൽക്കാനും പറ്റിയില്ല. ഇവിടെയൊക്കെ സതീശനെ 4 പറഞ്ഞത് കൊണ്ടും മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും ഒക്കെ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. കാരണം അൻവർ ഇപ്പോഴും പെരുമഴയത്ത് പെരുവഴിയിൽ തന്നെയാണ്. ഒരു കുടയിൽ പോലും കേറിപ്പറ്റാനാവാതെ സ്വന്തം കീറക്കുടയിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത്. ഇനി ജനങ്ങളും സർവശക്തനായ തമ്പുരാനും മാത്രമേ തനിക്ക് കൂട്ടിനുള്ളൂ എന്ന് പറയുന്ന അൻവർ ആ തെളിവുകൾ നിലമ്പൂരങ്ങാടിയിൽ ഒന്ന് പ്രദർശിപ്പിക്കണം. നാട്ടുകാര് കാണട്ടെ. വേണ്ടി വന്നാൽ എന്ന് പറഞ്ഞ് നാളത്തേക്ക് നീട്ടണ്ട. ഇത് തന്നെയാണ് റൈറ്റ് ടൈം. അൻവർ പറഞ്ഞതൊക്കെ സത്യമുള്ളതാണെങ്കിൽ പിന്നെ വോട്ട് ചോദിച്ചിറങ്ങണ്ടെന്ന്. ഈ ജനങ്ങൾ നിങ്ങളെ തന്നെ വിജയിപ്പിക്കും. അല്ലാതെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കും പോലെ എന്തിനാണ് ഈ ഭീഷണി മുഴക്കൽ? ഇതേ കാര്യം തന്നെയാണ് എടുത്തു പറയുകയാണ് VT ബൽറാമും. അൻവർ അടവ് ഒരു നയമാക്കി എടുത്തുകൊണ്ട് രാവിലെ ചായക്കൊപ്പം ഒരഭിപ്രായം, ഉച്ചയ്ക്ക് ചോറിന്റെ ഒപ്പം മറ്റൊരു അഭിപ്രായം, രാത്രി വേറെന്തൊക്കെയോ പിച്ചും പേയും പറയുന്ന ഒരു വാപോയ കോടാലി ആയതുകൊണ്ട് 2ാം PC ജോർജായി ശേഷിക്കുന്ന കാലം വെറുതെ ഇതുപോലെ വല്ല ബഡായും പറഞ്ഞിരിക്കേണ്ടി വരും. അല്ലാതെ ഇന്ന് കാണുന്ന 4 ചാനലും മൈക്കും പോലും അന്ന് കാണില്ല. സത്യം പറഞ്ഞാൽ പിണറായിയുടെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കിയും അത് പൊതുജനസമൂഹത്തെ അറിയിച്ചതും ഒക്കെ കൃത്യമായിരുന്നു. ഒടുക്കം പിണറായിയുമായി ഏറ്റുമുട്ടാൻ യുദ്ധത്തിന് ഇറങ്ങിയതും ശരി. പക്ഷേ എന്ന് MLA കസേര തട്ടിത്തെറിപ്പിച്ചോ അന്ന് തൊട്ട് മുന്നോട്ട് വെച്ച കാലെല്ലാം പിഴച്ചുപോയി. ഇപ്പോൾ പടുകുഴിയിലും പാതാളത്തിലുമായിരിക്കുകയാണ്. പണത്തിന്റെ ഹുങ്ക് കൊണ്ട് സുൽത്താനായി വാഴാമെന്ന് കരുതിയാണ് UDF-ൽ കയറി അഭിപ്രായം പറഞ്ഞ് തൻപോരിമ കാണിച്ചത്. പക്ഷെ സതീഷിനടക്കം എടുത്തിട്ടലക്കിയപ്പോൾ സുൽത്താന് കളം വിടേണ്ടി വന്നു. ഇനിയിപ്പോൾ മുസ്ലിം വോട്ട് പെട്ടിയിലാക്കാൻ ഷൗക്കത്തിന്റെ മുസ്ലിം വിരോധിയാക്കി മാറ്റിയിട്ടൊന്നും കാര്യമില്ല അൻവറെ നാട്ടുകാർക്കെല്ലാം മനസ്സിലായി.